2016 ഇലക്ഷനിൽ പ്രചരണം ഈ നടുവിൽ നിൽക്കുന്ന ഞാനാണ്. ഈ കാതർക്കാർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നതാണ്. ഇത് 3-4 ദിവസം ഓപ്പൺ ജീപ്പില് ഓപ്പൺ ജീപ്പിൽ ഞാനും കാതർക്കാണ്. മണ്ഡലം മുഴുവൻ പ്രചരണ പരിപാടികൾ ഞാൻ പിണറായിരിക്കുന്നു എന്നെ വെച്ചിട്ടാണ് ഒരു പരിപാടി എടുത്തിട്ട് മൊത്തം. ഇതൊക്കെ 17 വയസ്സ് തുടങ്ങിയ സമയത്ത്. നിലവില് ഒരു രീതിയിലും അച്ഛൻ മരിച്ചിട്ട് 20 വർഷം ഒരു രീതിയിലും പാർട്ടി ഒരു രീതിയിലുള്ള സംരക്ഷണം കിട്ടാൻ പറ്റില്ല. ഈ അവസാനം ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പാർട്ടി കുറച്ച് പൈസ പിടിച്ചില്ല. ആ പൈസ എൻ്റെ ഒരു അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവും അവരുടെ വീട്ടിലെ ഒരു 5-6 വർഷമായിട്ട് മുന്നേയാണ്. അച്ഛൻ്റെ വീട്ടിലായിട്ട് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഈ കാതർക്കനോട് ഈ വെല്ലിച്ചനും കാതർക്കയും കൂടി ചേർന്നിട്ട് എനിക്ക് 23 വയസ്സായ സമയത്ത് വീട് മേടിക്കാനുള്ള പേര് പറഞ്ഞിട്ട് വീട് മേടിക്കാനെങ്കിൽ എത്ര കാലം വെച്ചിട്ട് എൻ്റെ വീട്ടിൽ നിൽക്കാൻ വീടും പറമ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഈ പേര് പറഞ്ഞിട്ട് പാർട്ടിയുടെ അക്കൗണ്ടിൽ കിട്ടുന്ന പൈസ എടുത്തിട്ട് ഇന്ന് വരെ അതിനൊരു 1000 രൂപ പോലും എനിക്ക് വീട്ടില്ല. ചെലവിനോ ഒരു ചട്ടി മേടിക്കാൻ പോലും ഒരു സമയത്തില്ല. അങ്ങനെ വീട് മേടിക്കുന്ന പേര് കൊണ്ട് ഈ വെല്ലിച്ചൻ ഈ പൈസ എടുത്തിട്ട് ഇയാളുടെ മകൻ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി. അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ വീട്ടുകാരൊന്നുമില്ല. അമ്മയും അച്ഛൻ മരിച്ചൊരു വർഷം കൊണ്ട് മരിച്ചു. അപ്പോ ഈ വെല്ലിച്ചൻ ആണ് ഗാഡിനായിട്ട് ഉണ്ടായത്. പാർട്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ പൈസ അവസാനം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബാങ്ക് പൊളിഞ്ഞുപോയി. ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പരാതി എടുത്തിട്ട് സെക്രട്ടറി എടുത്ത് പോയി. ഏരിയ സെക്രട്ടറി എടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു നീ വിഷമിക്കണം, ഞങ്ങൾ ഇടപെട, ഞങ്ങൾ നീ വിഷമിക്കണം, നീ അങ്ങനെ ഒന്നും ആക്കൂല. അതിനൊക്കെ നമുക്ക് കാരണം അവർക്ക് പങ്കുണ്ട്, ഇതില് പൈസ നഷ്ടപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. അവസാനം എന്നോട് പറഞ്ഞു തദ്ദേശ തന്നെ പെൻഷൻ കേട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കിത് ശരിയാക്കണം. അങ്ങനെ ഇതിലേക്കൊരു 6 മാസത്തിന് മേലായിട്ട് ഇവരെന്നെ പറഞ്ഞ് നടത്തിക്കുകയാണ്. ഇന്ന് വരെ ഇവരെന്ത് ചെയ്തിട്ടില്ല. എന്റെ കാര്യത്തിൽ ഒരു രീതി ഇന്ന് വരെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇത് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ ഇക്കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഭാഗമായിട്ട് കാതൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ പരിഹരിക്കണ്ടേ, നീ വീട്ടിലോട്ട് പോവാം, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അതുമായിട്ട് മുന്നോട്ട് പോകണ്ട, ഞാനത് വേണ്ട വഴിയെ കണ്ടിട്ടുണ്ട് പറഞ്ഞു. കുറച്ചൊക്കെ അവർക്ക് എന്തൊക്കെ മനസ്സിലായിട്ട്, പക്ഷെ അവർക്ക് വ്യക്തമായിട്ട് എന്താണെന്ന് അറിയില്ല. എനിക്കൊരുപാട് വിഷമവും സങ്കടമുണ്ട്. ഞാൻ ജീവിച്ചു വന്ന സാഹചര്യം വെച്ചിട്ട് അച്ഛൻ സ്വന്തമായിട്ടൊരു വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല. പല വീടുകളും നിന്നിട്ടാണ് 20 വർഷം വളർന്നു. അതിൻ്റെതായ എല്ലാ ഓട്ടങ്ങളും ഉണ്ടാവും. ഞാൻ വിവരിച്ച് പറയുന്നില്ല. അപ്പോ ഇവിടെ ഞാൻ എന്റെ പാർട്ടിനെ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ ഇലക്ഷൻ പോലും അച്ഛന്റെ മരണം വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്. ആ പേര് പറഞ്ഞിട്ട് ഇപ്പോഴും അവർ പൈസ ഇരിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്ക് പറഞ്ഞിട്ട്. എന്നിട്ടും ഇവർ പലരും പറയണത് എന്നെ ഒരു രാജാവാക്കി വായിച്ചു, എല്ലാ രീതിയിലും വായിച്ചു. ഒരു രീതിയിലുള്ള പരിഗണനല്ല. ഇപ്പൊ ഈ വിഷയത്തിൽ പോലും ഒരു മൈൻഡ് വെക്കുന്നില്ല. ഞാനിപ്പോ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് കയ്യിലെ കാശ് പോയി, വീട്ടുകാര് പോലും കൊടുത്ത പൈസ പോലും എന്ത് ചെയ്യുന്നില്ല, തരാനുള്ളത് പോലും തരുന്നില്ല. അപ്പൊ ഞാനിപ്പോ ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. അപ്പോ പാർട്ടിക്കാരും ഇല്ല. അപ്പൊ എനിക്കിപ്പോ ഞാൻ അനുഭവിച്ചത് എനിക്കത് ഒരു സമൂഹത്തിനോട് വിളിച്ചു പറയാം. കാരണം എന്റെ അച്ഛൻ ഒരു മുനിസിപ്പൽ ചെയർമാനായിരിക്കും മരിച്ചൊരു വ്യക്തിയാണ്. ആ ആളുടെ മകനാണ്. എന്റെ അവസ്ഥ എങ്ങനെയാണെങ്കില് ഒരുപാട് ഇപ്പൊ രാഷ്ട്രീയം നോക്കണ്ട, ഓരോ കുടുംബങ്ങൾ ഇപ്പൊ രക്തസാക്ഷികളുണ്ട്. അവരുടെ മക്കളെ ഇതിനേക്കാൾ പരിധി അവരുടെ അവസ്ഥ. ഇവരുടെ ഈ രക്തസാക്ഷി കച്ചവടം ഉണ്ടല്ലോ, കാശിട്ടുള്ള പരിപാടി, അത് എനിക്ക് വിളിച്ച് പറഞ്ഞു. അത് അവസാനിപ്പിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ പറഞ്ഞത് അവസാനിക്കുന്ന കാര്യമല്ല. പക്ഷെ അത് എനിക്ക് വിളിച്ചു പറഞ്ഞു. അത് ഇന്നുവരെ എല്ലാവരും വിഷമത്തിലാണ്, വളരെയധികം വിഷമത്തിലാണ്. പക്ഷെ അവർക്കൊന്നും അത് പറയാനുള്ള ധൈര്യമില്ല. എനിക്ക് പറയാനുള്ള ധൈര്യമില്ല. കാരണം ഇത്രയും കാലം പേടിച്ചിട്ടായിരിക്കും, പേടിച്ചിപ്പോ പേടിയില്ലാതെ ഒന്നും നഷ്ടപ്പെടാണ്ട്. പിന്നെ അതുകൂടാതെ എനിക്ക് ഇങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോ അറിയാലോ, ലോകത്തിലെ ഏറ്റവും വലിയ കൾട്ട് സ്വഭാവം ഒരു പാർട്ട്ണർ CPI. അപ്പൊ എന്നെപ്പോലെ ഒരാൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി വരുമ്പോ സുധാകരനെ പോലെ മറ്റുള്ള ആൾക്കാരെ പോലെ അല്ല, രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത് ഞാൻ പറയുമ്പോ ഏത് വിധേന അതില്ലാതാക്കാനുള്ള പണിയെടുക്കും. എനിക്കെതിരെ പറയാൻ ഒരു മോശപ്പെട്ട കാര്യം പോലില്ല, വാക്കിൽ പോലും. കാരണം
വിഷയം തല്ലുകൂട്ടല് വേറെ കാലം ഒന്നും എന്നെ കുറിച്ച് പറയാനില്ല. കാരണം അച്ഛനെ ദോഷം പറയണ്ട വെച്ചിട്ട് അടി കിട്ടിയാലും ഇങ്ങനെ പറഞ്ഞിട്ട് മാറി കിട്ടുക ചെയ്യാം. എന്റെ ഭാഗത്ത് ചെറിയൊരു മൂവ്മെന്റ് വന്നാൽ അത് മതി, അവർക്ക് കഥ പറയും. എന്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലീനാണ്. അപ്പോ ഇതാണ് സംഭവം. സ്വന്തമായിട്ടൊരു വീടില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്നത്, ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിപ്പോ ഇപ്പൊ നിൽക്കുന്നത് മൂത്ത അമ്മായിയുടെ വീട്ടിലാണ്. അപ്പോ ഒരുപാട് പരിമിതികളുണ്ട് എനിക്ക്. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി പാർട്ടിയുടെ ശൈലികളെ കുറിച്ച് വിളിച്ചു പറഞ്ഞ് തൊട്ട് വരുമ്പോ നാട്ടിലാരും ഉപദ്രവിക്കാനും വരില്ല. കാരണം അത്രയും ബാക്ക്ഗ്രൗണ്ട് അടച്ചിട്ടുണ്ട്. പാർട്ടിക്കാരെന്റെ കൂടെ ഉണ്ട്, കൗൺസിലർ, കൗൺസിൽ സെക്രട്ടറിമാരൊക്കെ. എന്റെ ഈ വിഷമത്തില് അവരൊക്കെ പാർട്ടിയെ അറിയിച്ചിട്ട് പാർട്ടിന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ജില്ലാ സെക്രട്ടറി ആയിരിക്കും അദ്ദേഹം, ഇത് ഇടപെടുന്നില്ല. അദ്ദേഹം അത് മുടക്കുകയും ചെയ്യണം. കാരണം അയാൾക്ക് എന്തോ വ്യക്തിപരമായ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.